ഫ്രാൻസിസ് എറ്റിക്കോര എന്ന് പറഞ്ഞൊരു പുസ്തകത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഓൺ വോയിസിൽ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത് ഈ ഒരു പുസ്തകത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തുകൊണ്ടാണ്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു റിവ്യൂ പോലെയാണ് ഫസ്റ്റായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തതെങ്കിൽ പോലും എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടെന്ന് ഞാൻ സ്റ്റോറിയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അതൊക്കെ ഡ്രോപ്പ് ആയിപ്പോയി. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ഈ ഒരു പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഇത് വായിക്കാൻ വേണ്ടി തുടങ്ങാൻ എനിക്ക് കുറേ കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുന്നേ നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ എൻ്റെ ലൈഫിൽ നിന്ന് ആ ഒരു ശീലം മാറിപ്പോയി. അപ്പോൾ എനിക്ക് ആ ഒരു ശീലം റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു പേജ് വായിച്ച അടുത്ത പേജും കൂടെ വായിക്കാൻ എന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മൾ ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു പുസ്തകം ആവണം ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം വായിക്കേണ്ടത് എന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ചൊരു പുസ്തകമാണ് ഈ ഒരു ഫ്രാൻസിസ് എറ്റിക്കോര എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞാനിത് വായിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വായിച്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ ലൈഫിലുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ ഇല്ലേ, അതിൽ നിന്നൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഞാൻ ഈ ഒരു പുസ്തകത്തിൽ ജീവിക്കുന്ന പോലത്തെ അവസ്ഥയായി പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാലൊക്കെ അതുമായിട്ട് ഭയങ്കരമായിട്ട് അത് ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് ആ ഒരു സംഭവം എൻ്റെ ലൈഫിൽ നടന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ ഈ ഒരു പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അതിൽ ഞാൻ വായിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് നടന്ന എങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ഓവർ തിങ്ക് ചെയ്യാനും, അതേപോലെ തന്നെ അത് വായിക്കുമ്പോൾ അതിൽ വിക്ടിംസ് ഉണ്ടാവുമല്ലോ, അവർക്ക് ഉണ്ടായ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യാനും തുടങ്ങി. അങ്ങനെ ഞാൻ കംപ്ലീറ്റ്ലി എന്താ പറയുക, മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇമോഷണലി ടയേർഡായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ഒരു ഡിസ്ട്രാക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. പക്ഷെ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ അത് വായിച്ച സമയത്ത് കൂടാണ് ചെയ്തത്. അങ്ങനെ ഞാൻ കുറച്ച് വായിച്ചു, അത് പകുതി വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ അതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് പോയി. പിന്നെ അതിൻ്റെ ബാക്കി എന്താണെന്ന് അറിയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇമോഷണലി ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞ്, അതായത് ഒരു 1 year ഒക്കെ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഞാൻ ആ പുസ്തകം കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് തീർത്തു. അപ്പം ഞാൻ വായിക്കുന്നതിന് മുന്നേ ഈ റിവ്യൂസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചില ആളുകൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഈ ഒരു പുസ്തകം വായിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് എന്നുള്ളത്. അപ്പം എൻ്റെ മൈൻഡിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പുസ്തകം വായിച്ചിട്ട് ഇപ്പം എന്തുണ്ടാവാനാ, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. പക്ഷെ ശരിക്കും എനിക്ക് ആ ഒരു പുസ്തകം വളരെ എന്താ പറയുക, ബാഡ് ആയിട്ടുള്ള രീതിയിൽ എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, പക്ഷെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു പുസ്തകമായിരുന്നു. ഇനി അതിലെ സ്റ്റോറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിയേർഡ് ആയിട്ടുള്ള ഒരു ആചാരത്തെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇത് ഒരു കെട്ടുകഥയാണെന്നാണ് ആ ഒരു പുസ്തകത്തിൽ പറയുന്നത്. കുറച്ചൊക്കെ ഉള്ള കാര്യങ്ങളും കുറച്ചൊക്കെ കെട്ടുകഥകളും കൂടെ ചേർത്ത് പൊലിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. എന്താണെങ്കിലും നല്ലൊരു പുസ്തകമാണ്, പക്ഷെ നിങ്ങൾ ഓക്കെ ആയിരിക്കുന്ന സമയത്ത് മാത്രം വായിക്കുക.